അച്ഛനും അമ്മയ്ക്ക് എത്ര വിഷമങ്ങൾ ഉണ്ടാകും. സ്വർണത്തിന് വീട് കുട്ടികളെ കെട്ടിക്കലുണ്ടാവില്ല. സ്വർണം കൊടുക്കാൻ ഉപയോഗിക്കുന്ന കാശ് എടുത്തിട്ട് അവരുടെ പേരിൽ ഫിക്സഡ് എവിടെയും ഇട്ട് കൊടുക്കുക കുട്ടികൾക്ക്. പ്രത്യേകിച്ച് ഇത് പറയല്ല, കൂടിക്കോട്ടെ. വാങ്ങാൻ കഴിയൂല, അതാണ്. വീട്ടുകാര് വാങ്ങിത്തരും, ഞാനിടും, അത്രേ ഉള്ളൂ. ഈ ഇപ്പം കല്യാണ സീസൺ ആണല്ലോ, അപ്പൊ ഓരോ പുരക്കാര് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എത്ര വിഷമങ്ങൾ ഉണ്ടാകും സ്വർണത്തിന് ഇങ്ങനെ വില കൂടിയാല്. അത് തന്നെയാണ് അഭിപ്രായം. സ്വർണത്തിന് വില ഇങ്ങനെ കൂടുമ്പം പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ കൊണ്ടുപോകാനേ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഒരു പവനെങ്കിലും കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. സ്വർണത്തിന് വീട് കുട്ടികളെ കെട്ടിക്കലുണ്ടാവില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ഇനിയിപ്പോൾ 1,00,000 റുപ്യ ആവും. പണിക്കൂലി അടക്കം 1,00,000 റുപ്യ ആകാൻ പോവുക. അപ്പോൾ സാധാരണക്കാരന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ ആൾക്കാർക്കൊന്നും കുഴപ്പമില്ലല്ലോ. സാധാരണക്കാർ ശരി ഒരു 5 പവനെ കൊടുത്ത് കെട്ടി എങ്ങനെ 10 5 ആവും ഇനി കെട്ടിക്കുമ്പോൾ അങ്ങനെ കുറഞ്ഞ് വരിക. ഭയങ്കര ബുദ്ധിമുട്ടാണ് പാവപ്പെട്ടവർക്കൊക്കെ. സ്വർണത്തിനിപ്പം വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ സ്ഥിതി, ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് കൊടുക്കേണ്ടി വന്നാൽ വരുന്നൊരു പ്രയാസങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പം അതിന് ബദലെന്ത് സംഭവം ഉണ്ടെന്നുള്ളത് നോക്കേണ്ടതാണ്. എന്താ പറയണേ, ഇനിയുള്ളവർ സ്വർണം ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ആ സ്വർണം കൊടുക്കാൻ ഉപയോഗിക്കുന്ന കാശ് എടുത്തിട്ട് അവരുടെ പേരിൽ ഫിക്സഡ് എവിടെയും ഇട്ട് കൊടുക്കുക കുട്ടികൾക്ക്. അത് അവർക്കൊരു വരുമാന മാർഗമല്ലേ. സ്വർണ്ണമാകുമ്പോൾ അത് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം അവർക്കൊരു വരുമാന മാർഗമായി. വില കൂടിയ എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഇപ്പോൾ കല്യാണ സീസണൊക്കെ ആവുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇത് പറയല്ല, കൂടിക്കോട്ടെ. അത് ഓരോരുത്തരെ ഇതല്ലേ. അതിൻ്റെ അതൊന്നും വാങ്ങാൻ കഴിയൂല, അതാണ്. അങ്ങനെ പാവങ്ങൾക്കൊന്നും തീരെ വാങ്ങാൻ കഴിയൂല, അതാണ്. ബുദ്ധിമുട്ടാണ്. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയല്ല. കൂടെ അങ്ങനെയല്ല. എനിക്ക് പൊതുവെ സ്വർണത്തിനോട് വലിയ, വീട്ടുകാര് വാങ്ങിത്തരും, ഞാനിടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് സ്വർണത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഉണ്ട്. പൊതുവെ എൻ്റെ ഒരു താല്പര്യം എന്ന് വെച്ചാൽ, എനിക്ക് പൊതുവെ സ്വർണത്തിനോട് താല്പര്യമില്ല. എനിക്ക് കല്യാണം കഴിക്കുമ്പോൾ സ്വർണം വേണ്ടെന്നാണ് ഞാൻ ഇപ്പം നിലവിൽ വീട്ടുകാരോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവർ തരുവാണെങ്കിൽ അവരെനിക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് വേണ്ട എന്നുള്ള കൺസെപ്റ്റാണ് എൻ്റെ.